തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിലാണ് LDF. മൂന്നാം ഭരണമെന്ന സ്വപ്നത്തിന് തിളക്കം കുറയും. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും UDF നിറഞ്ഞു നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിധ്വനി ഇനിയും അലയടിച്ചാൽ LDF കടപുഴകി വീഴും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദം സത്യമാകുമോ? 2026-ൽ UDF 100 സീറ്റ് നിലനിർത്തുമോ? നോക്കാം സാധ്യതകൾ എങ്ങനെയെന്ന്. ഞാൻ ഗ്രീഷ്മ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. UDF നേട്ടമുണ്ടാക്കിയതോടെ LDF സർക്കാരിന് അധികാര തുടർച്ചയുണ്ടാകില്ലെന്ന് 10 വർഷത്തിനു ശേഷം UDF സംസ്ഥാനത്ത് ഭരണത്തിലെത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു. പ്രതിപക്ഷ നേതാവായി VD സതീശൻ ചുമതലയേറ്റതിനു ശേഷം 4 ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. PT തോമസിന്റെ വേർപാടിന് ശേഷം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമ തോമസ് വിജയിച്ചു. പിന്നീട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് പുതുപ്പള്ളി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വലിയ ഭൂരിപക്ഷം ഉറപ്പിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതുപോലെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചുവെന്നതും മറ്റൊരു കാര്യം. സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാ നീക്കങ്ങളിലും വ്യക്തതയുണ്ടാവണമെന്ന AICC നിർദ്ദേശം പാലിക്കപ്പെട്ടു. ഓരോ ജില്ലയുടെയും ചുമതല മുതിർന്ന നേതാക്കൾക്ക് കൈമാറിയിരുന്നു. ഓരോ കോർപ്പറേഷന്റെയും ചുമതലകളും മുതിർന്ന നേതാക്കൾക്ക് നൽകിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. നിരവധി വിവാദങ്ങളിലൂടെ പാർട്ടി കടന്നുപോയപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണം ചിട്ടയോടെ നടത്താൻ പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും കഴിഞ്ഞുവെന്നത് പാർട്ടിക്ക് കൂടുതൽ കരുത്തു നൽകി. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ആവർത്തിക്കുകയാണ് VD സതീശൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടങ്ങൾക്ക് പിന്നിൽ ടീം UDF ആണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ആവർത്തിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും. സ്വന്തം തട്ടകങ്ങളിൽ പോലും കനത്ത തിരിച്ചടി നേരിട്ട ഇടതുമുന്നണി മൂന്നാം വട്ടവും അധികാരത്തിൽ വരികയെന്ന സ്വപ്നത്തിൽ നിന്നും പിന്നോട്ടു പോവുകയാണ്. ഒരിക്കലും തകർക്കാൻ കഴിയാത്ത കോട്ടകളിൽ പോലും വിള്ളൽ വീഴ്ത്തിയ UDFന്റെ മുന്നേറ്റം പലർക്കും ഞെട്ടലുണ്ടാക്കി. തിരുവനന്തപുരത്ത് നേരിട്ട തിരിച്ചടിയാണ് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. കോർപ്പറേഷൻ ഭരണം കൈവിട്ടുപോയി എന്നു മാത്രമല്ല, BJP ഭരണം പിടിച്ചു എന്നതാണ് CPMനെ ഏറെ കുഴപ്പത്തിലാക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലടക്കം വൻ മുന്നേറ്റമാണ് UDF നേടിയത്. കോട്ടയം, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുകളിലും മികച്ച നേട്ടം കൈവരിച്ചതോടെ UDFന് മികച്ച ആത്മവിശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. 14 ജില്ലാ പഞ്ചായത്തിൽ 7 സീറ്റ് വീതം LDFും UDFും നേടി. LDF 341 ഗ്രാമപഞ്ചായത്തുകളിൽ വിജയിച്ചപ്പോൾ UDF 504 ഗ്രാമപഞ്ചായത്തുകളിൽ വിജയിച്ചു. 86 മുനിസിപ്പാലിറ്റികളിൽ 54 ഇടങ്ങളിൽ UDFും 28 ഇടങ്ങളിൽ LDFുമാണ് വിജയിച്ചത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 63 ബ്ലോക്കുകളിൽ LDFും 79 ഇടങ്ങളിൽ UDFുമാണ് വിജയിച്ചത്. 2 നഗരസഭകളിൽ NDA വിജയിച്ചു. 26 ഗ്രാമപഞ്ചായത്തുകളിൽ BJP ജയിച്ചു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകളിലെ ഫലമനുസരിച്ച് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ മുന്നണികളുടെ ഭൂരിപക്ഷം പരിശോധിക്കാം. ഡിസംബർ 13-ന് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് സംസ്ഥാനത്ത് ആകെയുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 80 സീറ്റിലാണ് UDFന് ഭൂരിപക്ഷമുള്ളത്. നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 71 സീറ്റുകൾ. ഈ നിലയിൽ UDFന് ജയിച്ചു കയറാനാകും. പക്ഷേ നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ 100 സീറ്റ് എന്നത് ഇപ്പോഴും അകലെയാണ്. തദ്ദേശ ഫലമനുസരിച്ച് LDFന് 58 സീറ്റുകളിലാണ് നിലവിൽ ഭൂരിപക്ഷമുള്ളത്. NDAക്ക് 2 സീറ്റുകളിലാണ് സാധ്യത. 2016-ൽ നിയമസഭയിലേക്ക് 1 സീറ്റ് നേടിയ NDAക്ക് 2021-ൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. പുതിയ നേതൃത്വത്തിന് കീഴിൽ മാറ്റമുണ്ടാകുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. തദ്ദേശത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിൽ UDFന് മുൻതൂക്കമുണ്ട്. എന്നാൽ നിലവിൽ പത്തനംതിട്ടയിൽ UDFന് ഒരു MLA പോലുമില്ല. കോഴിക്കോടും UDFന് മുൻതൂക്കമുണ്ടാക്കാൻ സാധിച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്ന ജില്ലയാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യവും നിയമസഭാ സാഹചര്യവും രണ്ടായതിനാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. രാഷ്ട്രീയ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജയിക്കാനായി എന്നത് LDFന് ആശ്വാസമാകുന്ന കാര്യമാണ്.
തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വിജയം. 2020-ൽ എറണാകുളം, മലപ്പുറം, വയനാട് എന്നിവ ഒഴികെയുള്ള എല്ലാ ജില്ലാ പഞ്ചായത്തുകളും LDF-നൊപ്പമാണ്. 2010-ൽ കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ 6 LDF വിജയം. UDF-ന് 8 ജില്ലാ പഞ്ചായത്തുകൾ ലഭിച്ചു. തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താൻ 72 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. LDF-നാകട്ടെ 68 സീറ്റും. ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF മുന്നിട്ട് നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മൂന്നാം ഭരണമെന്ന LDF ലക്ഷ്യത്തിന് മങ്ങലേൽപ്പിക്കും. 4 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായി വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തകർന്നടിഞ്ഞത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായി കാണാമോ എന്നത് അധികം വൈകാതെ അറിയാം.